കാറ്റത്ത് കിളിക്കൂടി പുതിയ എപ്പിസോഡിൽ ഭാസ്കരൻ നിധിയുടെയും സുധീഷിന്റെയും ഫോട്ടോ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ എടുത്തിട്ട് കട്ടിലിന്റെ സൈഡിലെടുത്ത് വെക്കാം. അതിനുശേഷം നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്താ എന്നോട് സംസാരിക്കാത്തത്? അത് കേട്ടപ്പോൾ തന്നെ നികേഷ് കരയാണ്. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തേക്ക് പോവാതിരുന്നോടേന്ന്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഹരീഷും പറയുന്നുണ്ട് ഈ ഡിവോഴ്സ് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചൂടെയെന്ന്. അപ്പോഴത്തേക്ക് ഹരീഷ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴുള്ള സന്തോഷം പിന്നെ ഇല്ലാതാവുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. സുധീഷ് പറയുന്നുണ്ട്, നിധിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ സുധീഷ് തയ്യാറാണെന്ന്. പിന്നെ നികേഷ് സോറി പറയാണ്, ഹരീഷ് ഏട്ടൻ പറഞ്ഞ പോലെ സ്വാർത്ഥത കൊണ്ട് ഞങ്ങൾ ചോദിച്ചതാണ്. എല്ലാവരും മാറി മാറി നിധിയോട് പറയുകയാണ്, അവിടെ ശല്യപ്പെടുത്താൻ വരത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കാം, നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാമെന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സാധിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കും. അവസാനം നിധി അത് സമ്മതിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്ന് നിധി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇനി നിങ്ങളാരും ഇവിടെ വിഷമിച്ചിരിക്കരുത്. എന്നിട്ട് എല്ലാവരും ദൈവത്തിന് മുന്നിൽ തൊഴുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അതിനുശേഷം കിച്ചണിൽ വെച്ച് ഹരീഷ് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ദിവസവും ചേട്ടൻ നമ്മുടെ കൂടെ വന്ന് കിടക്കുന്നു, അതുപോലെ ഇവരുടെ സംസാര രീതി ശരിയല്ല. എന്നിട്ട് വീണ്ടും ഹരീഷ് സുഭാഷ് ഏട്ടനോട് സോറി പറയുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവൻ അവളെ വലിയ ഇഷ്ടമാണ്, ആ ഇഷ്ടം സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെറിയ ചെറിയ നുണകളൊക്കെ പറയും. അവൻ സ്നേഹമുള്ളവന്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരണമെന്ന് അവൻ ഒരിക്കലും വിചാരിക്കും. നല്ലൊരു ജീവിതം അവനും ഉണ്ടാവും, അവനും അവൾക്ക് ഇഷ്ടമാവും. ഈ വീട്ടിൽ അവൾ എല്ലാ കാലത്തും ഉണ്ടാവും. പണ്ടുള്ളവർ പറയുന്ന പോലെ ഈ വീടിൻ്റെ വിളക്കായിട്ട് വന്നവളല്ലേ, ആ വിളക്ക് കെട്ടുപോവില്ല. അവന് നല്ല ബുദ്ധി തോന്നി, അവൻ നല്ല മനുഷ്യനായിട്ട് മാറി ഈ വീട്ടിൽ അവർ സന്തോഷത്തോടെ ജീവിക്കും. അങ്ങനെ ജീവിച്ചാൽ അതിലും വലിയ സന്തോഷം വേറെ ഉണ്ടോ? അപ്പം നികേഷ് പറയുന്നുണ്ട്, ശരിയാ സുഭാഷ് ഏട്ടാ. അതിനുശേഷം സുധീഷും നികേഷും ഹരീഷും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചില്ല. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, എന്ത് സപ്പോർട്ട് ചെയ്തു? അതായത് ആ ഡിവോഴ്സ് വിഷയമേ അത് കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കാൻ നീ നിധിയോട് പറഞ്ഞില്ലേ? പൊതുവേ വാതുറക്കില്ല, പക്ഷെ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും. അതാണ് എൻ്റെ ഹരീഷ് മോൻ. എന്നിട്ട് സുധീഷ് നികേഷിനൊക്കെ കളിയാക്കുന്നുണ്ട്, എന്ത് കരച്ചിലടാ നീ. അപ്പം നികേഷ് പറയുന്നുണ്ട്, അത് പിന്നെ കരച്ചിൽ വന്നാൽ കരയണ്ടേ? സുധീഷ് ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ കരയില്ല, പക്ഷേ ഏട്ടത്തിയുടെ കാര്യം അങ്ങനെയാണോ? എന്തുമാത്രം സങ്കടമായെന്നറിയാവോ? എന്നിട്ട് നിധി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം സംസാരിക്കാൻ വന്നതാ, ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. സുഭാഷ് ഏട്ടൻ എന്താ നിങ്ങളാരും കല്യാണം നോക്കാത്തത്? അപ്പൊ സുധീഷ് പറയുന്നുണ്ട്, നോക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? അതൊക്കെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചതാ, കുറെ പെണ്ണ് കാണുകയും ചെയ്തു, പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കണില്ല. എന്നിട്ട് നിധി ബ്രോക്കറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നികേഷ് പറയുന്നുണ്ട്, അയാൾ കുറെ സ്ഥലത്ത് കൊണ്ടുവന്ന പെണ്ണ് കാണിക്കും, അയാളുടെ കൂടെ നടന്നത് മുതൽ അന്ന് സുഭാഷ് ഏട്ടനെ കാപ്പി കൂടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നത്. അപ്പൊ നിധി പറയുന്നുണ്ട്, സുനന്ദയുടെ കല്യാണം നടക്കാൻ പോവാ, അത് സുഭാഷ് ഏട്ടനെ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സുനന്ദി സുഭാഷ് ഏട്ടൻ ഇഷ്ടമാണ്, സുഭാഷ് ഏട്ടനും അങ്ങനെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഹരീഷ് പറയുന്നുണ്ട്, അത് നടക്കാൻ പോകുന്നില്ല, സുഭാഷ് ഏട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ വീട്ടിൽ ആരും സമ്മതിക്കില്ല, ആ കുട്ടി ധൈര്യത്തോടെ ഒന്നും ചെയ്യുന്നുമില്ല. അപ്പൊ നിധി പറയുന്നുണ്ട്, എല്ലാവരെ കൊണ്ടും വീട്ടുകാരെ എതിർത്ത് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ സുധീഷ് പറയുന്നുണ്ട്, നമ്മൾ ഒറ്റക്കാലിൽ നിന്ന് വാശി പിടിച്ചാലും ആ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിക്കും. അപ്പൊ നികേഷ് പറയുന്നുണ്ട്, അത് ഏട്ടത്തി, നമുക്ക് വേറെ കല്യാണം ആലോചിക്കുന്നതാണ്. ഏട്ടത്തി പറഞ്ഞ പോലെ ആ ചേച്ചിയുടെ കല്യാണം നടക്കുമ്പോൾ സുഭാഷ് ഏട്ടന് വിഷമം ഉണ്ടാവും, പക്ഷേ മറ്റൊരു കല്യാണം നടന്നാൽ അതങ്ങ് മാറിക്കോളും. ചേട്ടന് പെണ്ണ് കാണാൻ പോകുമ്പോൾ സുനന്ദയ്ക്ക് വലിയ ടെൻഷനാണ്, പക്ഷേ വിവാഹം നടക്കില്ല എന്ന് ഓർക്കുമ്പോൾ ഹാപ്പി ആവും. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ എന്ന് സുധീഷ് പറഞ്ഞു. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.